ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ ലഗേജൊക്കെ മിനിമൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ ഭഗവാനേക്ക് തൊഴുത് നമ്മൾ നേരെ പാലക്കാട് നിന്ന് മൈസൂർക്കാണ് കേട്ടോ കയറണേ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്രയിൽ രഞ്ജിത്തേട്ടനും ഫാമിലിയും കൂടെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് എൻട്രി ആവുന്നതിന് മുന്നേ തന്നെ അങ്ങനെ പ്രവർത്തനരഹിതമായിട്ടുള്ളൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. സോ അപ്പവും ചിക്കൻ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് വേണ്ടി അത് സ്പോൺസർ ചെയ്ത രഞ്ജിത്തേട്ടനും സഹധർമ്മിണിക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. സോ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വേസ്റ്റൊക്കെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചു. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് അത് ഡിസ്പോസ് ചെയ്യാമല്ലോ എന്നാണ് വിചാരിച്ചിരിക്കണേ. അത് രാവിലെ എണീറ്റതിൻ്റെ മൂഡ് ഓഫിൽ എങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് എൻട്രി ചെയ്തു. ഇവിടെ മുതുമലയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടം പോലെ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ടൈപ്സ് ഓഫ് മങ്കീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മയിൽ കണ്ടു, പിന്നെ നമ്മുടെ മാനുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തോന്നുന്നു. പക്ഷേ വണ്ടി നമുക്ക് സ്ലോ ചെയ്യാനോ നിർത്താനോ പറ്റില്ല. അത് നമ്മൾ കയറുമ്പം തന്നെ ഗാർഡ്സ് നമ്മളോട് പറയും കേട്ടോ. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ കയറിയത് കർണാടകയിലോട്ടാണ്. ഇവിടെ നിന്നാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ സെയിം കണ്ട അതേ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഊട്ടിയിൽ നല്ല തിരക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഊട്ടിയിലേക്ക് പോകുന്ന വണ്ടികളാണ് ഇവിടുന്നേ ബ്ലോക്ക് ഇട്ട് പോകണേ. സോ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ മൈസൂർക്ക് എൻട്രി ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പാലക്കാട് ടു മൈസൂർ 8 മണിക്കൂർ യാത്ര എങ്ങാണ്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രണയത്തിൻ്റെ ഗുൽമോഗർ പൂക്കളുടെ താഴ്വരയിലൂടെ നമ്മൾ നേരെ മൈസൂർക്ക് എൻട്രി ചെയ്തു. ഇവിടെയാണ് ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷപ്പ് ആയതിനു ശേഷം പാലസിലോട്ട് പോകാമെന്നാണ് നമ്മുടെ പ്ലാൻ. അത്യാവശ്യം അടിപൊളി റൂമായിരുന്നു കേട്ടോ. റൂം വ്യൂ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാവേ. സോ നമ്മൾ ഫ്രഷപ്പായി നേരെ നമ്മൾ മൈസൂർ പാലസിലോട്ടാണ് ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് പാലസിലോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 150 പെർ ഹെഡാണ്. സോ ക്യാഷ് ആയിട്ടും ഗൂഗിൾ പേ ആയിട്ടും അവർ എടുക്കുന്നുണ്ട്. UPI ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത് തന്നെ ഒരു ATM ഉണ്ട്. പക്ഷേ അതിലൊരിക്കലും കാശ് കാണാറില്ല. അതുകൊണ്ട് ക്യാഷായിട്ട് കൊടുക്കണമെന്നുള്ളവർ ക്യാഷ് നേരത്തെ കയ്യിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹോളിഡേയിലാണ് പോകുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ സ്പെറ്റിങ്ങിൻ്റെ സ്മെല്ലൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ ഒരു മാസ്കൊക്കെ വെച്ചേക്കുക കേട്ടോ. അമ്മാതിരി തിരക്കുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു അതിനുള്ളിലുള്ളത്. പിന്നെ കുറേ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റെസ്ട്രിക്ഷനാണ് ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും. അതുപോലെ തന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് അമ്മാതിരി എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കണ്ട് പോവുക അത്ര തന്നെ കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാൻ ഭയങ്കര ടയേർഡാണ്. അങ്ങനെ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് കേട്ടോ എൻട്രി ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് ദർബാർ ഹാള്, അതുപോലെ തന്നെ രാജാവിന് പ്രജകളെ കാണാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഏകദേശം ഒരു 145 അടി ഹൈറ്റിലാണ് ഫ്ലോറും ഇതിൻ്റെ ഗോപുരവും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് വരുന്നത്. ആക്ച്വലി ഒരു 15 വർഷം മുന്നേ ഞാനിവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് നമ്മൾ ഈ പാലസിനെ വിളിച്ചിരുന്നത് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം എന്നാണ് കേട്ടോ. ആക്ച്വലി ടിപ്പു സുൽത്താന് ഇന്നത്തെ ഈ വർക്കുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ആക്ച്വലി ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നത് പണ്ട് മൈസൂർ രാജ്യം ഭരിച്ചിരുന്നത് വോഡിയാർ രാജവംശമായിരുന്നു. ഈ വോഡിയാർ രാജവംശത്തിൻ്റെ സൈനികനായിട്ടോ ആണ് ഹൈദരാലി ജോലി ചെയ്തിരുന്നത്. ഹൈദരാലി എന്ന് പറയുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഫാദർ. അപ്പോൾ ആൾ കുറച്ച് ബുദ്ധിമാനായിട്ടുള്ള ഒരു ആളായിട്ടല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ഇവരുടെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്ത് ഈ കൊട്ടാരത്തെ പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ അത് ടിപ്പു ഭരിക്കുന്നു. ഒരു 1799 ആയപ്പോഴത്തേക്കും 4ാമത്തെ യുദ്ധത്തിൽ നമ്മൾ മൈസൂർ യുദ്ധമൊന്നോ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ 4ാമത്തെ മൈസൂർ വാറിൽ എന്ത് ചെയ്യും, ടിപ്പു മരിക്കും. ടിപ്പു മരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ പാലസ് വീണ്ടും പിടിച്ചെടുത്തിട്ട് വോഡിയാർ രാജവംശത്തിന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായിട്ടുള്ള ഹെൻറി ഇർവിൻ ആണെന്ന് തോന്നുന്നു, ആൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇത് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹിന്ദു, ഇസ്ലാമിക്, അതുപോലെ തന്നെ രാജ്പുത്, അങ്ങനെ കുറേ കോമ്പിനേഷൻ ആർക്കിടെക്ചറിൻ്റെ രീതിയിലാണ് ഈ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തത് എന്നാണ് കേട്ടോ പറയണത്. സോ ഇപ്പം ദസറയുടെ സമയമായിട്ട് 7:30 ഇവിടെ ലൈറ്റ് ഉണ്ട്. അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബസ്സും കിട്ടും. അറ്റ് ദ സെയിം ടൈം നമുക്ക്
കാളവണ്ടിയും കിട്ടും. നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ബസ്സിൽ പെർ ഹെഡ് 250 റുപ്പീസാണ് വരുന്നത്. 1 hour നമ്മുടെ സിറ്റി ഫുൾ അവർ റൗണ്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഈ സമയത്ത് ഒരു 6:30 ആകുമ്പോൾ നമ്മൾ ബസ്സിൽ കയറുവാണെങ്കിൽ കറക്റ്റ് 7:30 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് വരാൻ പറ്റും. ആ ഒരു ഐഡിയയിലാണ് കേട്ടോ കയറിയത്. ശരിക്കും നിങ്ങളിവിടെ വരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം മിസ് ചെയ്യരുത്. അത്രയ്ക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഡബിൾ ടക്കർ ബസ്സാണ്. മുകളിൽ കയറിയിരുന്ന് സിറ്റി വ്യൂ ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ കയറുന്ന സമയത്ത് 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മിനിമം 10 പേരുണ്ടാവാതെ വണ്ടി എടുക്കില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇവിടെ കയറിക്കോ, നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടിടാം എന്ന് പറഞ്ഞ് നമ്മൾ കയറിയിരിക്കുവാണേ. കയറിയിരുന്ന് ഒരു സ്റ്റോപ്പിൽ നിന്ന് വേറെ സ്റ്റോപ്പിലോട്ട് കൊണ്ടിട്ടപ്പോൾ തന്നെ ബസ് ഫുൾ ആൾക്കാരായി കേട്ടോ. ഇനി കുറച്ച് നേരം നമുക്ക് സിറ്റി വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാവേ. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് മൈസൂരിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത്. നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ അടിപൊളിയായിരുന്നു നമ്മുടെ മൈസൂർ യാത്രയിലെ ഈ ഡബിൾ ടക്കർ ബസ്സിൻ്റെ എക്സ്പീരിയൻസ്. സോ ഇനി കുറച്ച് നേരം നമുക്ക് മൈസൂറിൻ്റെ ചുറ്റുവട്ടങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ഈ ബസ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു 6 മണി ആ സമയത്തൊക്കെ കയറിയാൽ മതി കേട്ടോ. അങ്ങനെ കയറിയാൽ മാത്രമേ നമുക്ക് നൈറ്റ് വ്യൂ കൂടെ കിട്ടുള്ളൂ. പിന്നെ 1 hour യാത്ര കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ എവിടെ നിന്നാണോ അവർ പിക്ക് ചെയ്തത് ആ പിക്ക് ചെയ്ത പോയിന്റിൽ തന്നെ കൊണ്ടിറക്കുകയും ചെയ്യും. സോ നമുക്ക് പാലസിൻ്റെ ലൈറ്റിങ്ങും കാണാൻ പറ്റുമേ. ഏകദേശം 1 മണിക്കൂറുള്ള ആ റൗണ്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. സോ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ പിന്നെ രാത്രി യാത്രയില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.